നമസ്കാരം. സംസ്ഥാനത്തെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും അധികം തള്ളിമറിച്ചത് ആരോഗ്യരംഗത്തെക്കുറിച്ചായിരുന്നു. ഈ തള്ളുകൾക്ക് തുടക്കമിട്ടവർ തന്നെ ഇപ്പോൾ തള്ളിപ്പറയുന്ന അപൂർവ കാഴ്ചയ്ക്കാണ് കേരളം സാക്ഷിയാകുന്നത്. ആരോഗ്യവകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രാജീവ് സദാനന്ദൻ. ആരോഗ്യമേഖലയിൽ കേരളം ഒന്നാമതാണെന്ന തള്ള് അപകടകരമാണെന്ന് രാജീവ് സദാനന്ദൻ വിമർശിച്ചു. ആരോഗ്യ സംവിധാനം ഇപ്പോഴും പ്രാകൃതാവസ്ഥയിലാണ്. ഡെങ്കിപ്പനി നിയന്ത്രിക്കാൻ കഴിയാത്തതും നിപ്പയുടെ ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്തതും നാണക്കേടാണെന്നും രാജീവ് സദാനന്ദൻ കുറ്റപ്പെടുത്തി. ചികിത്സാ ചെലവിന്റെ ഭൂരിഭാഗവും കേരളത്തിലെ ജനങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് ചിലവാക്കേണ്ടി വരുന്നുവെന്നും അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിലെ പരിപാടിയിൽ ചൂണ്ടിക്കാട്ടി. ആരോഗ്യവകുപ്പിനെതിരെ ദീർഘകാലം ആരോഗ്യ സെക്രട്ടറി ആയിരുന്ന രാജീവ് സദാനന്ദൻ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയാണ്. അമീബിക് മസ്തിഷ്ക ജ്വരമടക്കം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് രാജീവിന്റെ വിമർശനമെന്നതും ശ്രദ്ധേയമാണ്. മുൻ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയായ രാജീവ് പിണറായി വിജയനുമായി അടക്കം വളരെ അടുപ്പമുള്ള ഉദ്യോഗസ്ഥനുമാണ്. സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഉപദേഷ്ടാവായി രാജീവ് സദാനന്ദനെ നിയമിച്ചിരുന്നു. നിപ രോഗബാധ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സമയത്ത് രാജീവ് സദാനന്ദന്റെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ നടത്തിയത്. അന്ന് അതിന്റെ പേരിൽ കയ്യടി വാങ്ങിയ ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ അതേ കാരണം പറഞ്ഞ് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതും. വീണ ജോർജ് ആരോഗ്യമന്ത്രിയായ ശേഷം നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണങ്ങൾ വർദ്ധിക്കുന്നതിനിടെ കൃത്യമായ കണക്കുകൾ പോലും ശേഖരിക്കാതിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 6 പേർ മരിച്ചെങ്കിലും 2 പേരുടെ മരണം മാത്രമാണ് ആരോഗ്യവകുപ്പ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ രോഗം ബാധിച്ച് 38 പേർ ഗുരുതരാവസ്ഥയിലാവുകയും 8 പേർ മരിക്കുകയും ചെയ്തെങ്കിൽ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 6 പേർ മരിക്കുകയും 34 പേർ രോഗബാധിതരാവുകയും ചെയ്തു. ഒരു മാസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 6 പേർ മരിച്ചെന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ സ്ഥിരീകരിക്കുന്നത്. എന്നാൽ ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗിക കണക്കിൽ ഈ വർഷം 2 പേർ മാത്രമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചിട്ടുള്ളത്. 18 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചതെന്നും 34 പേർക്ക് രോഗം സംശയിക്കുന്നുവെന്നുമാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. അമീബിക് മസ്തിഷ്ക ജ്വരം സംസ്ഥാനത്ത് ആശങ്ക പടർത്തുന്നതിനിടെ മരണവും രോഗബാധിതരുമായി ബന്ധപ്പെട്ട കണക്കുകളിലെ ആശയക്കുഴപ്പം പരിഹരിക്കാൻ പോലും ആരോഗ്യവകുപ്പ് മുൻകൈ എടുക്കുന്നില്ലെന്ന പരാതിയാണ് വ്യാപകമാകുന്നത്. രോഗം പടരുന്നതിനിടെ സ്ഥിതിഗതി ആരോഗ്യവകുപ്പ് ഗൗരവമായി എടുക്കുന്നില്ലെന്ന ആരോപണവും ശക്തമാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച് നിയമസഭാ സമ്മേളനത്തിൽ ചോദ്യമുയർന്നപ്പോൾ വിദഗ്ധരുമായി ചേർന്ന് ഉന്നതതല അവലോകന യോഗം കൂടിയിട്ടുണ്ടെന്നും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ലെന്നും പരിഭ്രാന്തരാകേണ്ടെന്ന് അറിയിച്ചിട്ടുണ്ടെന്നുമായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ മറുപടി. രോഗലക്ഷണം കണ്ടാൽ ചികിത്സ തേടണമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞിരുന്നു. സംസ്ഥാനത്ത് 2016 ആലപ്പുഴയിലാണ് ഈ മാരക രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം കേസുകൾ അപൂർവമായിരുന്നെങ്കിലും സമീപകാലത്ത് മലപ്പുറം, കോഴിക്കോട്, തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിൽ കൂടുതൽ രോഗബാധകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. രോഗം ബാധിച്ച മിക്കവാറും ആളുകൾ മലിനമായ കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്തവരാണ്. മലിനജലം മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിച്ച് തലച്ചോറിലെത്തുകയും അണുബാധയുണ്ടാകുകയും തുടർന്ന് മരണം സംഭവിക്കുകയുമാണ് ചെയ്യുക. അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് 10 വർഷമായിട്ടും മാരക രോഗത്തെ ഗൗരവമായി കാണാതെ പോവുകയാണ് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ്. ഒരു മാസത്തിനിടെ രോഗം ബാധിച്ച് 5 പേർ മരിച്ചിട്ടും കേരളത്തിൽ മരണനിരക്ക് കുറവാണെന്ന വാദമുയർത്തി കുളങ്ങളിൽ ക്ലോറിൻ കലക്കി ഒഴിക്കുക മാത്രമാണ് ആരോഗ്യവകുപ്പ് ചെയ്യുന്നത്. പിണറായി വിജയന്റെ 2ാം സർക്കാർ അധികാരമേറ്റെടുത്തപ്പോൾ മുതൽ നിരവധി വിവാദങ്ങളാണ് ആരോഗ്യവകുപ്പിലുണ്ടായത്. അതിൽ ഭൂരിഭാഗവും ചികിത്സാ പിഴവും മാരകമായ പകർച്ചവ്യാധികളുടെ കടന്നുകയറ്റവും സംബന്ധിച്ചായിരുന്നു.